കണ്ണൂരിൽ എം വി ജയരാജൻ വിജയിക്കുമെന്ന് എൻ്റെ ചോദ്യം. 1,00,000 വോട്ടിന് വിജയിക്കും. സുധാകരന് ഒന്നിനും കൊള്ളൂല എന്ന് 5 കൊല്ലം തെളിയിച്ചില്ലേ, അതുകൊണ്ട് ജയരാജൻ ആകണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് ജയരാജൻ്റെ പേര് പറയുന്നത്? ജയരാജൻ്റെ പേര് പറയാൻ കാരണം ജയരാജൻ എടക്കാട് MLA ആയ കാലത്ത് പലതും ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു MP വരണം. ജയരാജൻ വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നാടിൻ്റെ ആവശ്യത്തിന്, നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി. ഇവിടെ വർഗീയതയാണ് ഇപ്പോൾ. പുരോഗതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിങ്ങനെ നടക്കുന്നത്. എന്താണ് പുരോഗതി? 2024 ഇപ്പം ജനങ്ങളെടുത്ത് നടക്കുന്ന വർഗീയതയാണ്. അതാണോ നാടിന് വേണ്ടത്? BJPൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ടെന്നും ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നവരോ എല്ലാ അതിനെ എതിർക്കുന്ന RSSൻ്റെ ശാഖയെ എതിർക്കുന്ന മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ജയരാജൻ വേണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ബെറ്റർ കാൻഡിഡേറ്റ് തീർച്ചയായും MV ജയരാജൻ. ബിക്കോസ് നമ്മൾ ഓവറോൾ അത് ഇതുവരെയുള്ള പ്രൊഫൈല് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ MV ജയരാജൻ ഈസ് ഫാർ ബെറ്റർ. ഓൾസോ പാർട്ടി മാറ്റേഴ്സ്. ഞാൻ പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലം ഈ സുധാകരന് നമ്മൾ ഈ കണ്ണൂർ വാർഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഒന്നും ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. കൊറോണ വന്നിട്ട് പോലും വലിയൊരു ഉപകാരമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. സുധാകരനായാലും ജയരാജനായാലും രണ്ടും ഒരുപോലെ, രണ്ടും ഇന്ത്യ മുന്നണിയിലുള്ള ആളാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് വരണം? എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉയരത്തോടെ LDF തന്നെ വരണം. LDF, അതായത് ജയരാജൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലം ഈ സുധാകരന് നമ്മൾ ഈ കണ്ണൂർ വാർഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഒന്നും ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. കൊറോണ വന്നിട്ട് പോലും വലിയൊരു ഉപകാരമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. വലിയൊരു ഉപകാരം ജനങ്ങൾക്ക് വേണ്ടേ? ഒരു ഉപകാരം ഉണ്ടല്ലോ. അതേ സ്ഥാനത്ത് അവരെ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ടായി. ആരെക്കൊണ്ട്? മറ്റേ ഇടതുപക്ഷത്തിനെ കൊണ്ട് കുറേ ജനങ്ങൾക്ക് കുറേ ഭാഗം ഉപകാരം ഉണ്ടായി. എല്ലാ റൂമിലുള്ള കൂട്ടർക്ക് ഭക്ഷണവും കാര്യവും ഇതെല്ലാം കൊണ്ട് കൊടുക്കലും ഇതെല്ലാമായിട്ട് കുറേ ഭാഗം ഉപകരണങ്ങളുണ്ടായി. അതുകൊണ്ട് ഈ പ്രാവശ്യം സുധാകരൻ വേണ്ടെന്ന് പറയുന്നത്. സുധാകരൻ നമ്മളഭിപ്രായം സുധാകരൻ വേണ്ടെന്നാണ്. ജയരാജൻ വേണം. വരണമെന്നാണ്. ജയിക്കുമോ എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാൻ കഴിയില്ല. ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം അതാണ്. ജനങ്ങൾക്ക് ആരാ നല്ലത് പോകണമെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഒറ്റക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല. താങ്കളുടെ അഭിപ്രായം സുധാകരൻ ജയിക്കണമെന്നാണ്. കണ്ണൂരിലെ മൊത്തം കേരളം 20-ൽ 20 കിട്ടണം. എന്നാലേ ഇവിടെ നമുക്ക് മതദേശം പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. 20-ൽ 20 കിട്ടണമെന്നല്ല നമ്മൾ കിട്ടുമെന്നാ എൻ്റെ ചോദ്യം. അതെ, കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. കണ്ണൂരിൽ MV ജയരാജൻ വിജയിക്കുമെന്ന് എൻ്റെ ചോദ്യം. 1,00,000 വോട്ടിന് വിജയിക്കും, ഉറപ്പ്. എന്തുകൊണ്ടാണ് 1,00,000 വോട്ടിന് പറയുന്നത്? 1,00,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പതാണ്. CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പ് 1,00,000 വോട്ടിന് വിജയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് 1,00,000 വോട്ടിന് വിജയിക്കുമെന്ന് പറയുന്നത്? നമ്മൾ ഏകദേശം ഏരിയ മൊത്തം നമ്മൾ ഈ കണക്കിൽ അത്രയാണ് വരുന്നത്. CPM പ്രവർത്തകരുടെ എല്ലാ ഏരിയയിലും നോക്കുമ്പോൾ നമ്മൾ ഏകദേശം 1,00,000 വോട്ടിന് വിജയിക്കുന്നു നമുക്ക് ഉറപ്പുണ്ട്. അതെ, അങ്ങനെ ഈ വിജയിക്കും എന്നുള്ള ഉറപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ, വിജയിക്കും 100-ൽ 100%. നിങ്ങൾ നോക്കിക്കോ. MV ജയരാജനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നമ്മൾ ആദ്യം മുതലേ ഉള്ള ഒരു സ്നേഹിതനാണ്. നമ്മൾ CPM ഒരു അനുഭാവിയാണ്. എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് 1,00,000 വോട്ടിന് വിജയം ഉറപ്പാണ്. ഉറപ്പ്. ആര് വേണമെന്നുള്ളതല്ല ചോദ്യം. അതായത് നന്നായിട്ട് കിളക്കാൻ അറിയാവുന്ന നിലപാടുകളുള്ള ഒരു വ്യക്തി വരണം. ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ CIA, NRC, മുത്തലാഖ് ബില്ല്, ഇതിലൊക്കെ കോൺഗ്രസ് എടുത്ത നിലപാടുകളും CPM എന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എനിക്ക് തോന്നുമ്പോൾ BJPയിലേക്ക് പോകുന്നു. BJPൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ടെന്നും ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നവരോ എല്ലാ അതിനെ എതിർക്കുന്ന RSSൻ്റെ ശാഖയെ എതിർക്കുന്ന മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ജയരാജൻ വേണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ MV ജയരാജൻ തന്നെ വരണം എന്ന് തന്നെയാണ് കണ്ണൂരിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? നിലപാടില്ലാത്ത കോൺഗ്രസും നിലപാടില്ല CPM ഏറ്റുമുട്ടുമ്പോൾ നിലപാടുള്ള CPM വരട്ടെ, അതല്ലേ വേണ്ടേ? അല്ല, എന്തുകൊണ്ടാണ് നിലപാട് എന്ന് പറയുന്നത്? നിലപാട് വ്യത്യാസമുണ്ടോ കോൺഗ്രസിന്? ഉണ്ട്. ഇപ്പം കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ CA കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരുടെ ദേശീയ അധ്യക്ഷനോട് CA വിഷയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പത്രപ്രവർത്തകരല്ലേ ചോദിച്ചേ, എന്താ പറഞ്ഞത്? ഞാൻ രാത്രി ആലോചിച്ചിട്ട് പറയാം. എത്ര രാത്രികൾ കഴിഞ്ഞു? മറുപടി വന്നിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളിൽ കോൺഗ്രസിനും BJPക്കും ഒരേ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഇവിടെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ താങ്ങാവുന്ന, അതിനു വേണ്ടി പോരാടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിലപാടുള്ള CPM വേണം. അതേ ചോദ്യത്തിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കേന്ദ്രത്തിൽ പോയി എന്ന് വയ്ക്കാം,
നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ഒരു കാരണവശാലും ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും ഇത് ഉണ്ടാവുക. ഞാൻ ചോദിക്കും, സംസാരിക്കുന്നതിനപ്പുറത്ത് നേതൃത്വം ഒരു പ്രശ്നമല്ലേ? ശരി, നേതൃത്വം ഒരു പ്രശ്നമല്ല. ഇനി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അവർക്ക് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ വന്നാൽ തന്നെ CPM ഇന്ത്യ സഖ്യത്തിനകത്ത് വരുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ഇന്ത്യ സഖ്യത്തിനകത്ത് ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് CPMന് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. കഴിഞ്ഞു പോയ 5 വർഷത്തെ പാർലമെൻറ്റ് ചരിത്രങ്ങൾ രാജ്യസഭയിലായാലും ലോകസഭയിലായാലും ജനകീയ വിഷയങ്ങളിലും മറ്റിത്തരം CA വിഷയങ്ങളിലായാലും മുത്തലാഖ് വിഷയങ്ങൾ ഏത് വിഷയങ്ങളിലായാലും ശക്തമായ സാന്നിധ്യം അറിയിച്ചത് CPMൻ്റെ MP-മാരാണ്. അതുകൊണ്ട് തന്നെ MV ജയരാജൻ ജയിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? ജയിക്കണമെന്നല്ല, ജയിക്കും. അതിൽ ഒരു സംശയം. ഭൂരിപക്ഷം ഉണ്ടാവും. ഭൂരിപക്ഷത്തിൻ്റെ വിഷയമല്ല, എത്ര എന്നതല്ല, ജയിച്ചിരിക്കും. അത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചിരിക്കും. അതിലൊരു സംശയം വേണ്ട. MV ജയരാജൻ. ഇതുകൊണ്ടാണ് ജയരാജൻ്റെ പേര് പറയുന്നത്. ബിക്കോസ് ഞാൻ അതിന് എന്താ പറയുക, ഇടതുപക്ഷത്തിൻ്റെ ഒരു അനുഭാവിയാണ്. അല്ല, അതല്ലാതെ എന്താണ് അത് അനുഭവമില്ല, എന്താണ് ജയരാജൻ വേണമെന്ന് പറയാൻ കാരണം? കൂടുതൽ പറയാൻ കഴിയില്ല, ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. സോ എനിവേ ചെറുപ്പം മുതലൊക്കെ ഞാൻ SFIയിൽ ഉണ്ടായിരുന്നു, കോളേജിൽ SFI ആയിരുന്നു. അതല്ലാതെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പാർട്ടി ഒഴിവാക്കിയിട്ട് ഞാൻ പറയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇന്ന ആൾ വേണമെന്ന് പറയും? നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന സമയത്ത് സുധാകരനെ കുറ്റം പറയേണ്ടി വരും. അപ്പോൾ അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ കാൻഡിഡേറ്റ് തീർച്ചയായും MV ജയരാജൻ. ബിക്കോസ് നമ്മൾ ഓവറോൾ അത് ഇതുവരെയുള്ള പ്രൊഫൈല് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ MV ജയരാജൻ ഈസ് ഫാർ ബെറ്റർ. ഓൾസോ പാർട്ടി മാറ്റേഴ്സ്. CPM കോൺഗ്രസ് അല്ലെങ്കിൽ BJP കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ടോപ്പിലുള്ളത് CPM ആണ് തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരില്ല. ബിക്കോസ് CPMൻ്റെ നമ്മൾ കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താ പറയുക, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇങ്ങോട്ടേക്ക് 1950 EMS മന്ത്രിസഭ വന്നത് മുതലുള്ള കാലഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും CPM തന്നെയാണ് നമ്മുടെ നാടിന് യോജിച്ചത്. ഒന്നാമത് മതേതരത്വമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. CPM പുലർത്തുന്ന ഒരു മതേതരത്വം ഒരിക്കലും കോൺഗ്രസ് പുലർത്തുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, വർഗീയ കക്ഷികളെ കൂടി കൂട്ടുപിടിച്ചിട്ടാണ് അവർ വോട്ട് തേടുന്നത്. ചില സമയങ്ങളിൽ അതൊരു മോശമായിട്ട് ബാധിക്കും നമ്മുടെ സമൂഹത്തിന്. സുധാകരന് ഒന്നിനും കൊള്ളൂല എന്ന് 5 കൊല്ലം തെളിയിച്ചില്ലേ? അതുകൊണ്ട് ജയരാജൻ ആകണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് ജയരാജൻ്റെ പേര് പറയുന്നത്? ജയരാജൻ്റെ പേര് പറയാൻ കാരണം ജയരാജൻ എടക്കാട് MLA ആയ കാലത്ത് പലതും ചെയ്തിട്ടുണ്ട്, അതറിയാം. അതിനപ്പുറത്തേക്ക് എന്താണ് MP ആവണമെന്ന് പറയുന്നത്? MP ആയിക്കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ് പറയണേ? ഉറപ്പ് പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MP-മാർ ജോൺ ബ്രിട്ടാസ് അടക്കം പാർലമെൻറ്റിൽ പോരാടും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ജയരാജനും പോരാടും. അനീതിക്കെതിരെ പോരാടിയിട്ടല്ലേ ചുംബൻ എന്നുള്ള പദം കൊണ്ട് ജയിലിൽ കിടന്നയാൾ. അതുകൊണ്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല, ജയരാജൻ തന്നെ വരണമെന്ന് ആഗ്രഹം. ചുംബൻ എന്നുള്ള പദം അനീതിക്കെതിരെ പോരാടി കിട്ടിയാണോ? അതെ, ജഡ്ജിമാരെ കുറിച്ച് പറഞ്ഞല്ലേ. അതേപോലത്തെ വിധിയല്ലേ ഇപ്പം വരുന്നത്. ഇതിലുള്ള റിയാസ് മൗലവി അദ്ദേഹം വന്നില്ലേ, പരസ്യമായിട്ട് ഒരു ജഡ്ജിന് എന്തും പറയാൻ പറ്റും നമുക്ക്? കൂടുതലൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ജയിക്കണമെന്നാണ് പറയുന്നത്? അതെ, അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹം. കണ്ണൂർ ജയിക്കണം? ജയിക്കണം, എന്നാലേ ഈ മണ്ഡലത്തിൽ ഗുണം ചെയ്യും. ഉറപ്പാണ്? ഉറപ്പാണ്. ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയും? നമ്മൾ അതായത് ഇവിടെ വർഗീയതയും മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തടഞ്ഞ്, അതായത് ഒരു തത്വാധിഷ്ഠിത പാർട്ടി ഇവിടെ ജയിക്കണം. ജയരാജൻ എന്നല്ല, ഇടതുപക്ഷത്തിൻ്റെ സാരഥി കേന്ദ്രത്തിൽ വരണം. എന്തുകൊണ്ടാണ്, എന്തിനാണ് വരുന്നത് ഒന്ന് പറയാമോ? നാടിൻ്റെ ആവശ്യത്തിന്, നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി. ഇവിടെ വർഗീയതയാണ്. ഇപ്പോൾ പുരോഗതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിങ്ങനെ നടക്കുന്നത്. എന്താണ് പുരോഗതി? 2024 ഇപ്പം ജനങ്ങളെടുത്ത് നടക്കുന്ന വർഗീയതയാണ്. അതാണോ നാട്ടിന് വേണ്ടത്? അത് ശരിയുള്ള വിഷയമല്ല. അത് ശരിയല്ല. ഇപ്പോൾ ജയരാജൻ ജയിക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? ജയിക്കണം, നിർബന്ധമായിട്ടും ജയിക്കണം. ജയരാജൻ എങ്ങനെ, ആളെങ്ങനെയാണ്? ആള് സൂപ്പറാണ്. എന്തുകൊണ്ട് സൂപ്പർ എന്ന് പറയുന്നത്? നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സാരഥിയായുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ണൂർ ജില്ലക്ക് എല്ലാ ഗുണങ്ങളും നൽകുന്ന ഒരു MP വരണം. അത് ആർക്ക് കൊണ്ടുവരാൻ കഴിയും? 2 സ്ഥാനാർത്ഥികൾ വിചാരിച്ചാൽ 2 പേർക്കും സാധിക്കും. അല്ല, ആർക്ക്? താങ്കളുടെ 2 പേരും കൂടെ ജയിക്കത്തില്ലല്ലോ, അവിടെ ആർക്ക് കൊണ്ടുവരാൻ കഴിയും? അല്ല, അങ്ങനെ ഇപ്പം 2 പേരല്ല 3 പേരിൽ എല്ലാവരും ജയിക്കില്ല, ഒരാൾ ജയിക്കുള്ളൂ. അപ്പോൾ ആർക്ക് കൊണ്ടുവരാൻ കഴിയും? മുൻതൂക്കം താങ്കളുടെ മനസ്സിൽ ഒരു പോയിന്റ് മുൻതൂക്കം ആർക്കാം? അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല. പറയുന്നത് ശരിയല്ല, അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയാം. 2 പേരും ഒരേപോലെയാണ്, എന്നാലും മുൻതൂക്കം ഒരാൾക്കുണ്ടാവില്ല. ഇവിടെ എന്താ പറയുക, നമ്മളെ ജനാധിപത്യ മതേതര ശക്തികൾക്ക് ആക്കം പകരുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം.
അതാരാണ് അതാരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് പേര് പറഞ്ഞു ജയരാജനാണോ? നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. നമുക്ക് സുധാകരനാണോ? അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം നമുക്കിവിടെ കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു MP വരണം. അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ജയരാജൻ വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അങ്ങനെ പറയുന്ന അയാൾ ഇടതുമുന്നിൻ്റെ ഒരാളല്ലേ, അതുകൊണ്ട് ജയിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. എന്താ അങ്ങനെ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം? ആ, ജയിക്കില്ലേ? ജയിക്കും തന്നെ നമ്മൾ പറയുന്നത്. നമ്മൾ ആടെ CPM മട്ടന്നൂർ പാലോട്ട് പള്ളിയിലാണ്. പിന്നെ ഇന്ത്യ മുന്നണി ജയിക്കണം എങ്ങനെയും. ഈ പ്രാവശ്യം CPM സീറ്റ് കൂടും. ഇവിടെ MP ജയരാജൻ വിജയിക്കുമോ? വിജയിക്കും തന്നെ നമുക്ക് വിശ്വാസം. വിജയിച്ചാൽ ഗുണമുണ്ട്. ആര് വന്നാലും നമുക്ക് നല്ല ഉണ്ടാവും. താങ്കൾക്ക് ആര് വരണം? ഇവിടെ ഇപ്പം പല പല പാർട്ടിക്കാരന് മാറി മാറി വന്നല്ലോ. അപ്പം BJP വരണം. BJP വന്നിട്ട് പീഡിയത്തിനുള്ള ഇടിപ്പം കാണുന്നില്ലേ. പിന്നെ ആരാ വരിക? ഗ്യാസിന് സബ്സിഡി ഉണ്ടോ ഒന്നും കൊണ്ടാ, എല്ലാം പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഗ്യാസിന് സബ്സിഡി വരെ ഇപ്പം ഇല്ലല്ലോ. ഇപ്പം പൈസ കൂട്ടി വെക്കല്ലേ.